ഇത് കത്തും മക്കളെ, ഇത് കത്തും. ഇത് കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങണ്ടകടാഹം വരെ കത്തിപ്പൊകയും കേട്ടോ. അത് പിന്നെ ഇത്തിരി മത്തിക്കറിയൊക്കെ ആകുമ്പോൾ എരിവും പുളിയൊക്കെ ഇല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുക ഇല്ലേ? ഇത് കൂട്ടിക്കുഴച്ചങ്ങ് കഴിച്ചിട്ടേ ചൂട് കട്ടനും കൂടി ഒരു സിപ്പങ്ങ് എടുക്കണം. ഓഹ് എൻ്റെ അമ്മോ, എന്നാ സുഖമെന്നറിയാവോ. അപ്പോഴേ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ഒരു സ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കുക കേട്ടോ. അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് അരിഞ്ഞോ ചതച്ചോ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചേർത്ത് കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ. അവരവിടെ കിടന്ന് മൂത്ത് കുറച്ച് വരുമ്പോഴത്തേക്കും അവർക്കുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡിസ്ക്ലെയിമറാണ്, ഞാൻ ഈ പറയുന്ന അളവ് നിങ്ങൾക്ക് എരിവ് അത്രയും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി ഉപയോഗിക്കുക കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് പച്ചവെള്ളവും കൂടി ചേർത്ത് കലക്കി വെച്ചതാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അത് ആ മസാലയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 കഷ്ണം കുടംപുളിയും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ അവരവിടെ കിടന്ന് ഒന്ന് തളച്ചു മറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ റെഡിയാക്കി വെക്കാം കേട്ടോ. കഷ്ണങ്ങളാക്കിയതോ മുഴുവനേ ഉള്ളതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മീൻമുട്ട. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പലിഞ്ഞിലെന്നാണ് കേട്ടോ പറയാ. നിങ്ങൾ എന്താ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ കോലിട്ട് ഇളക്കാൻ പറ്റത്തില്ല, അവന്മാരങ്ങ് ഉടഞ്ഞു പോകത്തില്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇനി അവരായി അവരുടെ പാടായി. പിന്നെ ഇതങ്ങനെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല എണ്ണ തെളിഞ്ഞ് കുറുകി വരുന്ന ഒരു പാകമാകുമ്പോഴത്തേക്കും ഒന്ന് തട്ടിക്കൊടുത്ത് വെക്കുക, നമുക്ക് വേണ്ടത്ര ചാറായോ എന്നുള്ളത്. പിന്നെ ഉപ്പും എരിവും പുളിയും ഒന്നും കൂടി ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകിയ മത്തിക്കറി റെഡിയാവും കേട്ടോ. ഇനി ഡെക്കറേഷൻസ് ആയിട്ട് ഇതിനകത്തേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര പൊളി സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് നാളത്തേക്ക് എടുക്കുന്നതായിരിക്കും രുചി. പക്ഷേ എനിക്കത്ര ക്ഷമയില്ല കേട്ടോ. അതുകൊണ്ടേ ഞാൻ പോയി കപ്പയുടെ കൂടെ നല്ലൊരു പിടി പിടിക്കട്ടെ.